ഒരാളെ നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. 60 കൊല്ലം കഅബയുടെ അടുത്ത് പോയിട്ട് അള്ളാഹിനോട് ദ്വാരക്കല്ല വേണ്ട, അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരാൾ സുബീസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ, രണ്ടാൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ, വേറൊരാൾ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ വീട് നോക്കിയിട്ട് ഇവൻ മറ്റേയാളോട് ആ ചങ്ങായി ഒന്നും സുബി കണിക്കൂല, ഇവന്റെ സുബിയും പോയി ഉറക്കും പോയി, ഓനിക്ക് സുബിയും കിട്ടി ഉറക്കും കിട്ടി, മണ്ടത്തരം എന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകൂലേ? ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞ് നീ ഇപ്പം നിന്റെ നോമ്പ് കുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും, അങ്ങനെ പിടിച്ച് വെള്ളം കുടിപ്പിച്ചാൽ നോമ്പ് കുറിയോ? ഇല്ല. ബാബുൽ ഇക്റാഹിന്റെ 3 ഷർത്ത് അറിയാലോ, അതൊക്കെ വെച്ച് നോക്കും കുറിയൂല. ഇപ്പം കൊല്ലുന്ന പറഞ്ഞത്, കൊല്ലാനായ കഴിവുണ്ട്, അങ്ങനെയൊക്കെ. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയും കൂടി ഇന്നോവയിൽ പോകുമ്പോൾ 2-3 ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യനെ നമ്മളെ ചെങ്ക് കോളേജിൽ നിന്ന് നോക്കി വെച്ച് ലവ് ആക്കിയതായിരുന്നു, നീ എൻ്റെ കോളെ കെട്ടി, ഇപ്പം കൊല്ലും തൊലാക്കില്ലേ, പിടിച്ച് തൊലാക്കിൽപ്പിച്ച് തൊലാക്കാവും. ഇല്ല. എന്നൊരാണിന് വേണ്ടി റൂമിൽ പൂട്ടിയിട്ട് ഗണ്ണ് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇപ്പം കൊല്ലം 2 വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ വ്യഭിചരിക്കാൻ പറ്റും? അത് പറ്റില്ല. അയ്യേ, അതെന്തൊരു വൃത്തിയാണ്. എന്നാൽ അൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ,